ഈ ലോഗോ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകാതിരിക്കാൻ വഴിയില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ലോഗോയാണിത്. യെസ്, പ്ലേ ബോയ്. ന്യൂ ജനറേഷൻ പ്ലേ ബോയ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഓരോ അക്സസറീസ് ആണ്. അക്സസറീസ്, ക്ലോത്തിങ്സ്, പെർഫ്യൂംസ്. പക്ഷെ പഴയ ജനറേഷന് പ്ലേ ബോയ് എന്ന് പറയുമ്പം ഒറ്റ അർത്ഥമേ ഉള്ളൂ: ചീത്ത പുസ്തകം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് പ്ലേ ബോയ്. ഈ പ്ലേ ബോയ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പ്ലേ ബോയ് മാഗസിൻ ആണല്ലേ. മാഗസിൻ, അതിൻ്റെ കവർ പേജിനകത്ത് സെമിനൂഡായിട്ടുള്ള ഓരോ ആക്ടേഴ്സോ മോഡൽസോ എല്ലാം കാണും. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ കുറേ രസകരമായിട്ടുള്ള, അതേപോലെ തന്നെ ഡാർക്കായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടെന്നുള്ളതാണ്. വർഷം 1953 ഡിസംബർ 1 പ്ലേ ബോയുടെ ആദ്യത്തെ പതിപ്പിറങ്ങിയാണ്. ഇത് ഇറക്കുന്നത് മറ്റാരുമല്ല, ഹ്യൂ ഹെഫ്നർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇദ്ദേഹം US ആർമിയിൽ മിലിറ്ററി ന്യൂസ് പേപ്പർ റൈറ്റർ ആയിരുന്നു. ഏകദേശം 2 വർഷക്കാലം അദ്ദേഹം അങ്ങനെ ജോലി ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇദ്ദേഹം സൈക്കോളജിയിൽ ഡിഗ്രി ചെയ്യുകയാണ്. അതേപോലെ തന്നെ വേറെയും എന്തൊക്കെ ഡിഗ്രി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വേറൊരു മീഡിയ കമ്പനിയിൽ കോപ്പി റൈറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ വേതനം കുറവായതുകൊണ്ട് ഇദ്ദേഹം അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിയാണ്. അതിനുശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയാണ്. അങ്ങനെ ഏകദേശം 10-45 ആളുകളിൽ നിന്നും പൈസ കളക്ട് ചെയ്യുകയാണ്. ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ഇദ്ദേഹം ആദ്യത്തെ മാഗസിൻ ഇറക്കുന്നത്. അതാണ് ഈ പ്ലേ ബോയ് മാഗസിൻ. 1953 ഡിസംബർ 1 അതിൻ്റെ ആദ്യത്തെ പതിപ്പ് ഇറങ്ങുന്നത്. അതിൻ്റെ കവർ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, അതിനകത്ത് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന് ഈ ഒരു സംഭവം ഇനി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇത് ആദ്യത്തേതും അവസാനത്തേതും എന്നുള്ള രീതിയിൽ കൂടെയൊക്കെയാണ് ഇറക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇതിനകത്ത് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. ഈ അമേരിക്കയിലൊക്കെ 50കളിൽ, അതായത് ആ ഒരു ടൈമിലൊക്കെ ഈ സെക്സൊക്കെ ഓപ്പണായിട്ട് ടോക്ക് ചെയ്യാന്ന്, സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ടാബുവായിട്ട് കരുതിയിരുന്ന കാലഘട്ടമാണ്. തോനെയും ഈ ക്രിസ്ത്യൻ മിഷണറീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യൻ രാജ്യമാണല്ലോ അത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചട്ടക്കൂടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ഒരു സംഭവം മാഗസിനകത്ത് അടിച്ചിറക്കുന്നത്, ന്യൂഡ്. ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റ് ഇഷ്യൂവിനകത്ത് തന്നെ ഇദ്ദേഹം ആരെയാണ് കവർ പേജ് ആക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ മെർലിൻ മൺറോ ആണ്. ആ സമയത്തുള്ള ടോപ്പ് ആക്ടറാണ്. ഇത്രത്തോളം ഫാൻസ് ഉണ്ടായിരുന്ന ഒരു ഹോളിവുഡ് നടിയാണ് ആ സമയത്ത് മെർലിൻ മൺറോ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ പുസ്തകത്തിൻ്റെ നടുക്കത്തെ പേജിൽ, നമ്മുടെ ഞാനയുടെയൊക്കെ നടുക്കത്തെ പേജ് എന്ന് പറയുമല്ലോ, അതേ കണക്ക് ഇതിൻ്റെ നടുക്കത്തെ പേജിലായിട്ട് ഇവരുടെ ഫുള്ളി ന്യൂഡായിട്ടുള്ളൊരു ഫോട്ടോയും അദ്ദേഹം വെച്ചു എന്നുള്ളതാണ്. ഇത് പ്ലേ ബോയ്ക്ക് വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ചെയ്തതല്ല, നേരത്തെ ഒരു കലണ്ടറിന് വേണ്ടിയിട്ട് അങ്ങാണ്ട് പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണ്. അത് ഇദ്ദേഹം അതിൻ്റെ കോപ്പിറൈറ്റ് വാങ്ങിച്ചതിന് ശേഷം ഇതിനകത്ത് പ്ലേസ് ചെയ്യാനുണ്ടായത്. ഇത് അമേരിക്ക ഷോക്കാവുകയാണ്. അതിനുള്ള കാരണം, ഒന്ന്, അന്നൊന്നും ഈ പ്രിന്റ് മീഡിയാസിൽ അങ്ങനെ ന്യൂഡ് വരാറില്ല. രണ്ടാമത്തെ കാരണം, ഇതിനകത്ത് വന്നിരിക്കുന്ന ആരുടെയാണ്? മെർലിൻ മാൻറോയുടെയാണ്. അവരെന്ന് പറയുമ്പോൾ അത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഹോളിവുഡിൽ. ഈ പുസ്തകത്തിൻ്റെ കവർ പേജിനകത്ത് അവർ കൊടുത്തിരുന്ന ഒരു വാചകമാണ് എൻ്റർടൈൻമെൻറ്റ് ഫോർ മെൻ, അതായത് പുരുഷന്മാർക്കുള്ള എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മൊത്തം ന്യൂഡിറ്റി ആണെന്ന്. അല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ലൈഫ് സ്റ്റൈൽ, പൊളിറ്റിക്സ്, അതേ കണക്ക് തന്നെ ആർട്സ് ഉണ്ടായിരുന്നു, ഡിസൈൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനെ വേറിട്ട് നിർത്തിയത്. അതുമാത്രമല്ല, ഇതിനകത്തെല്ലാം ഒരു സെക്ഷൽ ബ്ലെൻഡ് ഉണ്ടായിരുന്നുള്ള കാര്യം മറ്റൊരു സത്യം. ഇത്രയും നാളും അമേരിക്ക കാണാത്തൊരു സംഭവമാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അമേരിക്കയുടെ പിന്നീടുള്ള കൾച്ചറിനെ തന്നെ ഈ ഒരു മാഗസിൻ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുള്ള കാരണം, ഓപ്പൺ ആയിട്ട് സെക്സിനെ കുറിച്ച് സംസാരിക്കുക, അതുമാത്രമല്ല സെക്സിനെ ജനറലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു മാഗസിൻ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ മാഗസിനകത്ത് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ന്യൂഡിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഫസ്റ്റ് ഇഷ്യൂ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ ബുക്കിൻ്റെ നടുക്കത്തെ പേജിനകത്ത് മെർലിൻ മാൻറോയുടെ ഒരു ന്യൂഡ് ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ന്യൂഡ് ഫോട്ടോ ആ നടുക്കത്തെ പേജിൽ വരുന്ന ആരാണോ, അപ്പോൾ അവരാണ് പ്ലേമേറ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് മെർലിൻ മാൻറോ പ്ലേമേറ്റ് അല്ല, പക്ഷേ അവരുടെ ഫോട്ടോ എടുത്തിട്ട് പ്ലേസ് ചെയ്യാണ് ഉണ്ടായത്, അതിൻ്റെ കോപ്പിറൈറ്റ് വാങ്ങിയിട്ട്. പിന്നീട് ഇറങ്ങിയ ഓരോ മാഗസിനകത്തും ഇതിനകത്ത് നടുക്കത്തെ പേജിനകത്ത് ഇതേണക്കുള്ള ഓരോ പ്ലേമേറ്റുകളുടെ ഫോട്ടോ കാണാം. ഈ ന്യൂഡിറ്റി മാത്രമല്ല, ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്നാണ് ലിറ്ററേച്ചർ. വളരെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാർ അവരുടെ സാഹിത്യങ്ങൾ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു പുസ്തകമാണ്. അത് ന്യൂഡ് കണ്ടൻസ് ഉള്ളത്. ഇതിനകത്ത് അവരുടെ ആ സാഹിത്യങ്ങൾ എന്തിനെ പബ്ലിഷ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം വായനക്കാർ അല്ലെന്നുണ്ടെങ്കിൽ വരിക്കാരുണ്ടായിരുന്നു ഈ ഒരു പുസ്തകത്തിന്. അതിനകത്ത് അറിയപ്പെട്ട റൈറ്റേഴ്സ് റേ ബ്രാഡ്ബറി, വ്ളാഡിമിർ നബോക്കോവ്, അയാൻ ഫ്ലെമിംഗ്, ആർത്തർ, ഇവരൊക്കെയാണ്. അതുമാത്രമല്ല, വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഇൻ്റർവ്യൂസ് അവർ ഈ ഒരു പുസ്തകത്തിനകത്ത് കൊടുത്തു എന്നുള്ളതാണ്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അതേപോലെ മാൽക്കം, ഫിഡൽ കാസ്ട്രോ, ജോൺ ലെനൺ. ഇവർ മാത്രമല്ല വേറെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പൊളിറ്റീഷ്യൻസ് ആയിട്ടും ആക്ടിവിസ്റ്റ് ആയിട്ടും പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടും. അടുത്തതായിട്ട് ഈ മാഗസിൻ ഫോക്കസ് ചെയ്തത് ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് ആണ്. മെയിൻലി ബാച്ചിലർ ലൈഫ്,
സെൻറ്റർഡ് ഓൺ സെക്ഷൽ ഫ്രീഡം, മോഡേൺ മസ്കുലിനിറ്റി, ജാസ്, ഫാഷൻ, ഡിസൈൻ, ഫുഡ്, കോക്ടെയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാഗസിൻ കവർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫസ്റ്റ് കോപ്പി ഇറങ്ങുന്ന സമയത്ത്, ഇതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് മുയലിൻ്റെ ഒരു ലോഗോ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് ഇഷ്യൂ തൊട്ടാണ് ആ ഒരു മുയലിൻ്റെ രൂപം വന്ന് തുടങ്ങിയത്. അപ്പോൾ അതൊരു സിമ്പിളാക്കി കൊണ്ടുപോകാം. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റ് വേണ്ട, എന്നാൽ പ്ലേഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിമ്പിൾ കൊണ്ടുവരണം എന്ന് കരുതിയിട്ടാണ് ആ ഒരു മുയലിനെ അവർ അതിനകത്ത് കൊണ്ടുവരുന്നത്. പിന്നീട് അതൊരു ബ്രാൻഡായി മാറി എന്നുള്ളതാണ്. 1960കളിൽ ഇവർ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, പ്ലേ ബോയ് ക്ലബ്ബ്. പ്ലേ ബോയ് ക്ലബ്ബിലെന്ന് പറയുമ്പോഴത്തേക്കും മെമ്പേഴ്സ് കാണും. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം, അത് കണക്കിന് മദ്യപിക്കാം. ഇതിനകത്ത് ന്യൂഡിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഈ ബണ്ണി വെയിട്രസ് ഉണ്ട്. ബണ്ണി എന്ന് ഉദ്ദേശിക്കുന്നത് ആ മുയലിൻ്റെ കണക്ക് ഡ്രസ്സ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ അത് കണക്കുള്ള ചെവിയൊക്കെ വെച്ചുകൊണ്ടുള്ള വെയിട്രസ്, അവരായിരിക്കും സെർവ് ചെയ്യുന്നത്. ഈ ബണ്ണി വെയിട്രസ് എന്ന് പറയുമ്പോൾ ഇവർ ചിലപ്പോൾ ആക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മോഡൽസ് ആയിരിക്കാം, അങ്ങനെയുള്ള ആയിരിക്കും. കാരണം ഇത് കുറച്ച് എലൈറ്റ് ക്ലാസ്സുകളിലുള്ള ആളുകളായിരിക്കും തോനെയും ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ വരുന്നത്, പൈസ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് സെർവ് ചെയ്യാനായിട്ട് ഇത് കണക്കുള്ള ആക്ടേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ മോഡൽസൊക്കെ ആയിരിക്കും വരുന്നത്. ഇവർക്ക് നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് ഇവർ നിർത്തുന്നത്. ഇത് ആദ്യം ഇവർ കൊണ്ടുവന്നത് ചിക്കാഗോയിലാണ്. അതിനുശേഷം ലോകത്തിൽ മൊത്തത്തിൽ 40ഓളം ഇടങ്ങളിൽ ഇവരിത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു സംഭവമാണ് പ്ലേ ബോയ് മാൻഷൻ. 1959 ചിക്കാഗോയിൽ അവരൊരു മാൻഷൻ വാങ്ങിക്കുകയാണ്. അത് തോനെയും എഡിറ്റോറിയൽ പർപ്പസിനും അതിനൊക്കെ ഓരോ മീറ്റിംഗ് നടത്താനും അത് പാർട്ടി ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് തുടങ്ങിയൊരു മാൻഷനാണ്. പക്ഷെ അത് അധികം നാൾ നീണ്ടില്ല. അതിനുശേഷം 1971 ഇദ്ദേഹം ഒരു മാൻഷൻ പർച്ചേസ് ചെയ്യുകയാണ് ലോസ് ഏഞ്ചലസിൽ. അവിടേക്ക് ഇദ്ദേഹം പ്ലേമേഴ്സുകളെ കൊണ്ടുവരാൻ തുടങ്ങി. അവിടെ ഫോട്ടോഷൂട്ട്സുകളും മറ്റും നടത്താൻ തുടങ്ങി. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറേ ഗേൾ ഫ്രണ്ട്സുകളെയും കൊണ്ടുവരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഏകദേശം 3 പ്രാവശ്യം അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇദ്ദേഹത്തിന് ഓരോ പാർട്ടിക്ക് വരുന്ന സമയത്തും എല്ലാം ഓരോരോ ഗേൾ ഫ്രണ്ട്സുകളാണ്. അറ്റ് എ ടൈമിൽ തന്നെ ഒരുപാട് 6-7 ഗേൾ ഫ്രണ്ട്സുകളൊക്കെ കാണാം. അപ്പം അങ്ങൊരു ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം പുറത്തുനിന്ന് ആളിലെല്ലാം കൊണ്ടുവന്ന് പാർട്ടി ചെയ്യും. വളരെ പ്രമുഖരായിട്ടുള്ള ആക്ടേഴ്സും അതേ കണക്കിന് പൊളിറ്റീഷ്യൻസ് കാണാം, അതേ കണക്ക് മോഡൽസ്, ഇവരെല്ലാം കൊണ്ടുവന്നിട്ട് പാർട്ടി ചെയ്യും. ഈ പാർട്ടിക്കകത്തൊക്കെ കൊക്കൈൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും മറ്റേ വലിയ കേസായിട്ടൊന്നും പിന്നീട് പോയിട്ടില്ല, കാരണം ഇതിനൊന്നും തെളിവുകളില്ലായിരുന്നു. ഈ പാർട്ടിക്കകത്ത് ഡ്രഗ്സ് മാത്രമല്ല, സെക്സും ഉണ്ടായിരുന്നു. അത് ആരും നിർബന്ധിച്ച് ഇവർ ചെയ്യിപ്പിക്കുന്നതല്ല, ഒരു ഓപ്പൺ എൻവയോൺമെൻറ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക്. പക്ഷേ ഇതിനകത്ത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഹെഫ്നർ 2017 മരിച്ചതിന് ശേഷം ഒരുപാട് അലിഗേഷൻസ് വരികയാണ്, റേപ്പും സെക്ഷൽ അസോൾട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലായിരുന്നു. ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്ലേമേറ്റുകൾ പറയുന്നത് ഇവർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെന്ന് പറയുമ്പം 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് നിർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണക്ക് ന്യൂഡ് ഫോട്ടോസിനൊക്കെയാണ് കൊണ്ടുവരുന്നത്. അവരുടെ സമ്മതപ്രകാരമാണ് വരുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നിബന്ധനകളാണ്. ഇപ്പോൾ ഇവർ വരുന്നതിൻ്റെ ഉദ്ദേശം എത്രയാണ്, ഇവർക്ക് പൈസ കിട്ടും, നല്ല രീതിയിൽ കാശ് കിട്ടും, പിന്നെ ഫെയിമാണ്. കാരണം പ്ലേ ബോയുടെ ഒരു പ്ലേമേറ്റ് എന്നൊക്കെ പറയുമ്പം ഒരുപാട് കാശ് കിട്ടുമെന്ന് മാത്രമല്ല, നല്ലൊരു എന്താ പറയുക, ഫെയിം അതിൻ്റെ കൂടെ വരും എന്നുള്ളതാണ്. ഇവർക്ക് പിന്നീട് ഇവിടുന്ന് ഇറങ്ങിയാലും പുറത്ത് പോയിട്ടാണെങ്കിലും നല്ല രീതിയിൽ വേറെ വർക്കുകളും കിട്ടും, മോഡലിംഗ് ചെയ്യാം. അപ്പം അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നത്. പക്ഷേ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഫ്രീഡം ഇല്ല. ഇവർക്ക് പുറത്തുനിന്ന് വേറെ ആരെയും ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഹെഫ്നറെ മാത്രമേ ഡേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതേപോലെ ഇവർക്ക് കോൾ ചെയ്യാൻ പറ്റത്തില്ല. കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം വേണം. ഫുൾ ടൈം ഇവരുടെ നേർക്ക് ക്യാമറ കാണും മിക്കപ്പോഴും. അത് അദ്ദേഹം തന്നെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്യാമറ പലയിടത്തായിട്ട് സീക്രട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ മൈക്ക് വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഫുൾ ടൈം നമ്മളെ ഒരാൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയിരിക്കും, അപ്പോൾ ആ ഒരു ഫീലാണ് അവർക്ക് ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുന്നതിനൊപ്പം വേറെ കുറേ ആളുകൾ പറയുന്നത് അവർക്കൊരു ഹോം എന്നുള്ള ഫീലാണ് തോന്നിയതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതേ കണക്ക് തന്നെ ഇതിനകത്ത് ഗ്രൂപ്പ് സെക്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാർട്ടി കഴിഞ്ഞതിന് ശേഷം. അത് പക്ഷേ അവരുടെ സമ്മതത്തോടു കൂടിയാണെന്നാണ് പറയുന്നത്. പബ്ലിക്കലി അല്ലെങ്കിലും അതിന് വിട്ട് ഏകദേശം 29 റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു മാൻഷനകത്ത്. അപ്പം അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ട് റൂമിൽ അങ്ങാണ്ട് പോയിട്ട് അങ്ങനെയുള്ള ഗ്രൂപ്പായിട്ട് ഉള്ള സംഭവങ്ങളും അപ്പം ഒരുപാട് സംഭവം അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇഷ്യൂ ആയിട്ട് വന്നത് കുറച്ച് ആളുകൾ മാത്രമാണ് സ്പെഷ്യലി അസോൾട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആലോചിക്കുക, പിന്നെ ഇവരെന്തിനാണ് കടിച്ചു പിടിച്ച് അവിടെ ഇരിക്കുന്നത്, ഇട്ട് കളഞ്ഞിട്ട് വന്നൂടെ എന്നുള്ളത്. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ഹെഫ്നർ ഇവരെ സൈക്കോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയായിരുന്നു പല രീതിയിൽ കൂടെ. ചില സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ അത്രയും കൊടുക്കത്തില്ല. ഈ വീക്ക്ലി അലവൻസ് ഉണ്ട്, ഇതെല്ലാം കട്ട് ചെയ്യും. ഈ എന്തെങ്കിലും ഒരു പാകപ്പഴ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഇവരെ അതിനകത്ത് എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മറ്റൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇവർ പിടിച്ചു നിൽക്കാൻ നോക്കും. പല ആളുകളുടെയും സാമ്പത്തികം എല്ലാം ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കും ഇവരവിടെ പിടിച്ചു നിർത്തുന്നത്.
എന്നാൽ ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് ആരെയും അറ്റാക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ ഇതാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിലെ കാണത്തില്ല. ഇതാണ് ഭീഷണി. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം കരുതിക്കൊണ്ട് കുറേ സ്ത്രീകൾ അവിടെ തന്നെ നിൽക്കും. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് സെലിബ്രിറ്റി പ്രസൻസ് ആണ്. സാധാരണക്കാരല്ല ഈ ഒരു പാർട്ടിക്കകത്ത് വരുന്നത്. സോനിയും എലൈറ്റ് ക്ലാസ്സിൽപ്പെട്ട അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് വരുന്നത്. അത് ആക്ടേഴ്സ് കാണാം, പൊളിറ്റീഷ്യൻസ് കാണാം, ആർട്ടിസ്റ്റുകൾ കാണാം, എല്ലാം മുൻനിര നിൽക്കുന്ന ആളുകളായിരിക്കും ഇതിനകത്തൊക്കെ വരുന്നത്. അത്രയും പണമുള്ള ആളുകൾ. അപ്പം ഇതിനകത്ത് ഫെയിമും അത് കണക്ക് തന്നെ ആൽക്കഹോളും സെക്സും എല്ലാം കൂടെ കലർന്ന ഒരു എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ലോവർ ക്ലാസ്സിൽപ്പെട്ട ആളുകളോ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകളോ ഒന്നും ഇതിനകത്ത് കാണത്തില്ല. ഈ ബൗണ്ടറി കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ഇവരാരും പിണക്കിക്കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല. 70 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ പീക്ക് ടൈം ആവുകയാണ്. മാസം 7 മില്യൺ കോപ്പീസൊക്കെയാണ് വിറ്റ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 1980 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ സെയിൽ നല്ല രീതിയിൽ കുറയുകയാണ്. അതിനുണ്ടായ കാരണം ഹാർഡ് കോർ പോണോഗ്രഫിയാണ്. അത് CD കൂടെയും പിന്നെ ഇൻ്റർനെറ്റിൽ കൂടെയെല്ലാം സുലഭമായിട്ട് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു മാഗസിൻ അധികം ആരും വാങ്ങിക്കാതെ, അത് മാത്രമല്ല ഇതേപോലുള്ള വേറെ മാഗസിൻസും ആ ടൈമിൽ ഇറങ്ങി എന്നുള്ളതാണ്. അങ്ങനെ 2016 ആയപ്പോഴത്തേക്കും ഇവർ ഈ മാഗസിനകത്ത് നിന്ന് ന്യൂഡ് കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുകയാണ്. പക്ഷെ അത് അധികം വിജയിച്ചില്ല. പിന്നെ 2017 അവർ വീണ്ടും കൊണ്ടുവന്നു. 2017 സെപ്റ്റംബർ 27 ആയപ്പോഴത്തേക്കും ഇദ്ദേഹം മരിച്ചു. ഹെഫ്നർ മരിച്ചു. ഇദ്ദേഹത്തിനെ അടക്കുന്നത് മെർലിൻ മൺറോയെ അടക്കിയ സെയിം സ്ഥലത്ത് തന്നെയാണ്. ഇദ്ദേഹം ആ ഒരു പ്ലോട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഈ ഒരു കമ്പനി TBLY എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. ഈ സംഭവം ഇദ്ദേഹം മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പേ വേറൊരാളത് ഏറ്റെടുക്കുകയുണ്ടായി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മകൻ ഇതിൻ്റെ ചീഫ് ക്രിയേറ്റീവ് ഓഫീസറൊക്കെ ആയിട്ട് കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അറിവുണ്ട്. പിന്നീട് അദ്ദേഹം അത് വിട്ടു. അതിനെല്ലാം ശേഷം 2020 ഇതിൻ്റെ പ്രിൻറ്റിങ് അവർ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഡിജിറ്റലി അവർ ഓരോ കണ്ടന്റുകൾ അവർ ഇപ്പോഴും ഇറക്കുന്നുണ്ട്. അതാണക്കിനെ ഇപ്പോഴത്തെ അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മെർക്കൻഡൈസ് ആണ്. അവരുടെ ഓരോ ക്ലോത്തിങ്സും അക്സസറീസും പെർഫ്യൂംസും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതാണക്കിനെ ക്ലബ്ബ്, പലയിടത്തായിട്ട് അവരുടെ ക്ലബ്ബുകളുണ്ട്. അപ്പം ഇതെല്ലാം നടത്തിക്കൊണ്ട് പോവുക. ഇതിനകത്തൊക്കെയാണ് അവർ മെയിനായിട്ടും ഇൻകം കണ്ടെത്തുന്നത്. പിന്നീട് ഇവരുടെ ലൈസൻസിങ് ആണ്. ലൈസൻസിങ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ലോഗോ വെച്ചിട്ട് പ്രോഡക്റ്റുകൾ ഇറക്കാനുള്ള ലൈസൻസ്. അത് മെയിനായിട്ടും ഈ പെർഫ്യൂംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലോത്തിങ്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഇവരല്ല അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വേറെയുള്ള കമ്പനീസ് ആയിരിക്കാം. ഇവരുടെ ലോഗോ അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വലിയൊരു എമൗണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേ ബോയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇതാണൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇതുപോലെ വിചിത്രമായിട്ടുള്ള കഥകളായിരിക്കും. വിത്ത് എവിഡൻസ്. ബൈ.